ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादा सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ ചർച്ച ചെയ്തു വരുന്നു. രണ്ടാമത്തെ അധ്യായം 50-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. നമുക്ക് ഇന്ന് 51-ാമത്തെ ശ്ലോകം നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓക്കെ. कर्मजं बुद्धियुक्ता हि फलं त्यक्त्वा मनीषिणः जन्मबन्धविनिर्मुक्ता पदं गच्छन्ति अनामयम्. कर्मजं बुद्धियुक्ता हि फलं त्यक्त्वा मनीषिणः जन्मबन्धविनिर्मुक्ता पदं गच्छन्ति अनामयम्. कर्मजं बुद्धियुक्ता हि फलं त्यक्त्वा मनीषिणः जन्मबन्धविनिर्मुक्ता पदं गच्छन्ति अनामयम्. ഹരേ കൃഷ്ണ. ആരാ വായിക്കുന്നത്? രേഷ്മ മാതാജി വായിച്ചോളൂ. രേഷ്മ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. കർമ്മഭുക്തിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്തി അനാമയം. വായിച്ചോളൂ, എല്ലാം വായിച്ചോളൂ.
ഇപ്രകാരം ഭഗവത് ധ്യാനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്ന് മോചിതരായി അവർ ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് സകല കഷ്ടതകൾക്കും ഉപരിയായ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഭാവാർത്ഥം ശീല പ്രഭുപാദ് കി ജയ്. മുക്തരായ ജീവാത്മാക്കൾ ഭൗതിക ദുഃഖങ്ങൾ എല്ലാത്തിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ശ്രീമദ് ഭാഗവതം വിവരിക്കുന്നുമുണ്ട്. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യേഷു മുരാരേ ഭവാംബുധിർവത്സപദം പരപദ് പദം പദം യത് വിപദതാം നതേഷാം. പ്രത്യക്ഷ പ്രപഞ്ചത്തിന് ആശ്രയവും മുകുന്ദൻ അഥവാ മുക്തിദാതാവ് എന്ന് പുകഴ്പറ്റവനുമായ കൃഷ്ണന്റെ ചരണപല്ലവങ്ങളെ തോണിയായി സ്വീകരിച്ചവർക്ക് സംസാര സമുദ്രം പശുവിൻ കുളമ്പടി പതിഞ്ഞിടത്തെ വെള്ളം പോലെ തുച്ഛമാണ്. പരമപദം ഭൗതിക ശോകങ്ങളില്ലാത്ത സ്ഥലം അഥവാ വൈകുണ്ഠമാണ് അവരുടെ ലക്ഷ്യം. മറിച്ച് ഓരോ കാൽവെപ്പിലും ആപത്ത് പതിയിരിക്കുന്ന ഈ ഭൗതിക ലോകമല്ല. ഓരോ അടിവെപ്പിലും ആപത്തുള്ള ദുരിതപൂർണമായൊരിടമാണ് ഈ ഭൗതിക ലോകമെന്ന് അജ്ഞത മൂലം ആരും മനസ്സിലാക്കുന്നില്ല. ബുദ്ധിഹീനന്മാർ അജ്ഞാനത്താൽ കാമ്യകർമ്മങ്ങളുടെ പരിണത ഫലങ്ങൾ തങ്ങളെ സംതൃപ്തരാക്കുമെന്ന് കരുതി സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെങ്ങും ഏതുവിധമുള്ള ഭൗതിക ശരീരത്തിലും രോഗരഹിതമായ ജീവിതം സാധ്യമല്ലെന്ന് അവർക്കറിഞ്ഞുകൂടാ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ജീവിത ക്ലേശങ്ങൾ ഈ പ്രപഞ്ചത്തിലെങ്ങും കൊടികുത്തി വാഴുന്നുണ്ട്. ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ചും അവിടുത്തെ നിത്യദാസ്യമാണ് തന്റെ മൂലസ്വരൂപം എന്നതിനെക്കുറിച്ചും അറിയാൻ സാധിച്ച ഭക്തൻ അതീന്ദ്രിയ പ്രേമത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്നു. അങ്ങനെ ഭൗതികവും ശോകാവിഷ്ടവുമായ ജീവിതത്തിൽ നിന്ന് കാലത്തിന്റെയും മരണത്തിന്റെയും സാന്നിധ്യമില്ലാത്ത വൈകുണ്ഠ ലോകം പോകാൻ അർഹനാകുന്നു. തന്റെ മൂലസ്വരൂപം മനസ്സിലാക്കുക എന്നാൽ ഭഗവാന്റെ ദിവ്യമായ അവസ്ഥ മനസ്സിലാക്കുക എന്നതാണ്. ജീവാത്മാവിന്റെയും ഭഗവാന്റെയും സ്ഥാനം ഒന്നു തന്നെ എന്ന് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന ആളാകട്ടെ ഇരുട്ടിലാണ്. ഭക്തിപൂർവകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ അയാളെ കൊണ്ടാവില്ല. സ്വയം ഈശ്വരനായിക്കൊണ്ട് ആ മനുഷ്യൻ വീണ്ടും ആവർത്തിച്ചുള്ള ജനന മരണങ്ങൾക്ക് വഴിയൊരുക്കുന്നു. തന്റെ നില ദാസന്റേതാണ് എന്നറിഞ്ഞ ആൾ ഭഗവത് സേവനത്തിന് മുതിരുകയും ഉടനെ വൈകുണ്ഠ പദപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുന്നു. കൃഷ്ണന് വേണ്ടിയുള്ള സേവനത്തെ കർമ്മയോഗമെന്നോ ബുദ്ധിയോഗമെന്നോ ഭഗവത് സേവനമെന്ന് തന്നെയോ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു മധുജി. നല്ല ശ്ലോകം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം. ഹരേ കൃഷ്ണ. പ്രഭുജി ഈ ശ്ലോകം കഴിഞ്ഞതിൽ എടുത്തതാണെന്ന് തോന്നുന്നത്. ആണോ? എനിക്ക് മുത്തുവേൽ കുളമ്പടിയുടെ ഓർമ്മ അത് എനിക്ക് ഓർമ്മ വന്നു വായിച്ചപ്പോൾ. ശരിയാണ്. കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് പറഞ്ഞ് മുന്നോട്ട് പോവാം. ഈ ശ്ലോകത്തിൽ പറയുന്നു, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർ. ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ ഭക്തിയുത സേവനങ്ങൾ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ഡിവോഷണൽ സർവീസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശീലപ്രഭുപാജിയുടെ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ഭക്തിയെ ഒരിക്കലും ഭക്തി എന്ന് മാത്രം നമ്മൾ കാണില്ല. കൂടുതൽ സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കാണാം ഡിവോഷൻ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഡിവോഷൻ എന്ന് മാത്രമല്ല എഴുതുന്നത് അദ്ദേഹം, ഡിവോഷണൽ സർവീസ് എന്നാണ് എഴുതുന്നത്. അതേപോലെ തന്നെ മലയാളത്തിലാണെങ്കിൽ ഭക്തിയുത സേവനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ സേവനങ്ങൾ എന്ന് പറയുന്ന വാക്ക് കൂടെ ഉണ്ടാവും. കാര്യം ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ സേവനമാണ്, നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ആ സ്നേഹത്തോട് കൂടിയിട്ടുള്ള സേവനമാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. ഭക്തിയുടെ ഡെഫിനിഷൻ അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഭക്തി എന്ന് പറഞ്ഞാൽ അതിൽ സേവന മനോഭാവം വേണം, എന്നാലേ അത് ഭക്തിയാവുന്നുള്ളൂ. അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണ അനുശീലനം ഭക്തിർ ഉത്തമ. ഇത് ഭക്തിയുടെ ഒരു ഡെഫിനിഷനാണ്. ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്ന മഹത്തായിട്ടുള്ളൊരു പുസ്തകം, ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് നമ്മുടെ ആചാര്യൻ ശില രൂപ ഗോസ്വാമി. ആ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ശ്ലോകമാണ് ഈ ഒരു ശ്ലോകം. വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. ഒരുപാട് സ്ഥലങ്ങളിൽ ഭഗവത്ഗീതയിൽ തന്നെ ശിലപ്രഭുപാദി പറയുന്നുണ്ട് ഈ ശ്ലോകത്തെക്കുറിച്ച്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭക്തിയുടെ ഡെഫിനിഷൻ പറയുവാണ്. എന്താണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന്. അന്യ അഭിലാഷിത ശൂന്യം, വേറെ ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളൊന്നുമില്ലാതെ, ജ്ഞാനകർമാദി അനാവൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം, ഒരുപാട് അറിവുകൾ നേടണം എന്നുള്ള ആഗ്രഹം. ഒരു ഉദാഹരണത്തിന് പണ്ഡിതനാവണം, വലിയ എല്ലാവരുടെ മുമ്പിലും വലിയ സ്കോളർ ആവണം. ഭക്തിശാസ്ത്രത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനം നേടണം.
പിന്നെ കർമ്മം എന്ന് പറഞ്ഞാൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനാവൃതം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ ഭൗതികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അന്യ അഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണ അനുശീലനം. അനുകൂലമായിട്ടുള്ള കൃഷ്ണ അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെ സേവിക്കുക. അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ഗുരുജനങ്ങൾ പറയുന്നത് അനുസരിച്ച് അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്ന സേവനമാണ് അനുശീലനം. അനു എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ അനുരാധ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? അനുരാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമതി രാധാറാണിയെ അനുഗമിക്കുന്ന ആൾ എന്നാണ്. ലളിത സഖിയുടെ പേരാണ് അനുരാധ. ലളിത സഖി എപ്പോഴും രാധാറാണിയെ അനുഗമിക്കുന്ന ആളാണ്. രാധാറാണിയുടെ വളരെ അടുത്ത സഖിയാണ് ലളിത സഖി. ലളിത സഖിയുടെ വേറെ പേരാണ് അനുരാധ. അപ്പോൾ അനുശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ പാത പിന്തുടരുക, ഗുരുജനങ്ങളുടെ ആചാര്യന്മാരുടെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വഴി നമ്മൾ പിന്തുടർന്നുകൊണ്ട് ആനുകൂല്യേന ശീലനം, അനുകൂലമായിട്ടുള്ള ശീലനം എന്ന് ഉദ്ദേശിക്കുന്നത് സേവനം, അനുകൂലമായിട്ടുള്ള സേവനങ്ങൾ. എന്താണ് അനുകൂലമായിട്ടുള്ള സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതായത് പോസിറ്റീവായിട്ടുള്ള സേവനങ്ങൾ, നെഗറ്റീവായിട്ടുള്ള സേവനമല്ല. പോസിറ്റീവായിട്ടുള്ള സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സേവനം എന്ന് പറഞ്ഞാൽ എന്തുമാവാം. ഇപ്പോൾ നാമം ജപിക്കുന്നത് ഒരു സേവനമാണ്, ഭഗവത്ഗീത ഭാഗവതം കേൾക്കുന്നത് സേവനമാണ്, ഇപ്പോൾ ശ്ലോകങ്ങൾ വായിക്കുന്നതും ഭാവാർത്ഥവും വിവർത്തനവും വായിക്കുന്നതും ഇത് സേവനമാണ്. ഇതൊക്കെ ഭക്തിയുത സേവനങ്ങളിൽ വരുന്ന കാര്യമാണ്. അതായത് ശ്രവണം, കീർത്തനം, സ്മരണം, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒരു സേവനമാണ്. ഇതെല്ലാം ഭക്തിയുത സേവനത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ശ്രീല രൂപഗോസ്വാമി പറയുന്നത് അത് അനുകൂലമായിരിക്കണമെന്ന്, പ്രതികൂലമായിട്ടുള്ള രീതിയിലുള്ള സേവനമാവരുത്. ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു സ്മരണ എന്ന് പറഞ്ഞാൽ അതായത് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒരു സേവനമാണ്. അതിന് പറയുന്നു നമ്മൾ ശ്രവണം, കീർത്തനം, സ്മരണം, അങ്ങനെ 9 നവവിധ ഭക്തി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സുകളിലും. അറിയില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കണം, ഞാൻ ചോദിക്കും. കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നവവിധ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനങ്ങൾ നമ്മളെപ്പോഴും പറയുന്ന ഭക്തിയുത സേവനങ്ങൾ 9 വിധത്തിലുണ്ട്, 9 തരത്തിൽ പറയുന്നു ശാസ്ത്രങ്ങളിൽ. അതിൽ ആദ്യത്തെ എന്താണ്? ശ്രവണമാണ്. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്നുള്ളത്. ഭക്തിയുത സേവനങ്ങളുടെ ആദ്യത്തെ അംഗം അതാണ്. പിന്നെ കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമജപം, അതേപോലെ നാമജപം കീർത്തനത്തിൽ വരുന്നു. അതേപോലെ ഇപ്പോൾ ക്ലാസ്സുകൾ എടുക്കുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് അതൊരു കീർത്തനമാണ്. അതായത് ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്തുതിക്കുകയാണ്. അപ്പോൾ അതും കീർത്തനത്തിൽ വരും. പിന്നെ കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ കീർത്തനത്തിൽ നമ്മൾ വാദ്യ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ഒക്കെ നമ്മൾ ചൊല്ലുന്ന കീർത്തനം, ട്യൂണോടുകൂടി മെലഡിയോട് കൂടിയിട്ട് ചൊല്ലുന്ന കീർത്തനം, ഇതെല്ലാം കീർത്തനത്തിൽ വരുന്നു. അപ്പോൾ ശ്രവണം, കീർത്തനം. പിന്നെ വരുന്നത് സ്മരണമാണ്, വിഷ്ണു സ്മരണം, ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കുക, ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതും ഒരു സേവനമാണ്, സ്മരണം. പിന്നെ വരുന്നു അർച്ചനം, 4-മത്തെ. അർച്ചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ പൂജ ചെയ്യുന്നത്, വിഗ്രഹ ആരാധന ചെയ്യുന്നത്, പുഷ്പങ്ങൾ സമർപ്പിക്കുന്നു, വിളക്ക് കാണിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ചന്ദനത്തിരി കാണിക്കുന്നു, ഇതെല്ലാം അർച്ചനത്തിൽ വരുന്നു. ഇപ്പോൾ ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം. പിന്നെ വരുന്നു വന്ദനം. വന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുക. നമ്മൾ ശ്ലോകങ്ങളൊക്കെ ഉപയോഗിച്ച് ഭഗവാനെ സ്തുതിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. അതിനെയാണ് വന്ദനം എന്ന് പറയുന്നത്. നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് ഭഗവാന്റെ മുമ്പിൽ ഭഗവാനെ സ്തുതിക്കില്ലേ? ഓ ഭഗവാനെ, അങ്ങ് എന്നെ സഹായിച്ചു. ഇതെല്ലാം സ്തുതിയാണ്, ഭഗവാനെ സ്തുതിക്കുന്നു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്കറിയാവുന്ന ശ്ലോകങ്ങളൊക്കെ ഭഗവാന് വേണ്ടി നമ്മൾ ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചൊല്ലുന്നതും ഇതെല്ലാം വന്ദനമാണ്. അപ്പോൾ വന്ദനത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നതും ഇതെല്ലാം അതിൽ വരുന്നു.
സ്തുതികൾ ഉപയോഗിച്ചും ശ്ലോകങ്ങൾ ഉപയോഗിച്ചും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നതെല്ലാം വന്ദനത്തിൽ വരുന്നു. അപ്പോൾ എത്ര എണ്ണമായി? കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? 4 എണ്ണം പ്രഭുജി. 4. ശ്രവണം, നാലായിട്ടുള്ളൂ. കീർത്തനം, അർച്ചനം, വന്ദനം. അല്ല, ഒരെണ്ണം മിസ്സായല്ലോ മാതാജിക്ക്. ശ്രവണം, കീർത്തനം, സ്മരണം. അർച്ചനം, വന്ദനം. സ്മരണമുണ്ട്. സ്മരണം പറഞ്ഞോ? കേട്ടില്ലേ? സ്മരണം എന്ന് പറഞ്ഞ് ഭഗവാനെ കുറിച്ച് ഓർക്കുന്നത്, ചിന്തിക്കുന്നത്. ഓക്കെ, 5 പറഞ്ഞു നമ്മൾ. ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം. ഇനി എന്താ വരുന്നത്? ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഒരെണ്ണം മിസ്സായില്ലോ. 5 പാദസേവനം ഞാൻ പറഞ്ഞില്ല അല്ലേ? ഓക്കെ, പാദസേവനം മിസ്സായി. ഓക്കെ, പാദസേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പാദസേവനം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവിടെ നമുക്ക് പറയാൻ വേണമെങ്കിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഗുരുജനങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതേപോലെ അനുസരിക്കുന്നത്. അവരുടെ പാദസേവനം എന്ന് പറഞ്ഞാൽ നേരിട്ട് പാദങ്ങളെ സേവിക്കുന്നത് ഒരു സേവനമാണ്. അല്ലെങ്കിൽ നമ്മൾ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും അതും സേവനമാണ്. അപ്പോൾ പാദസേവനം വരുന്നു. പിന്നെ അർച്ചനം, വന്ദനം, ദാസ്യം. പിന്നെ വരുന്ന ദാസ്യമാണ്. ദാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസ്യരസത്തിൽ ഭഗവാനെ സേവിക്കുന്ന കാര്യം. നമ്മുടെ ഹനുമാനെ പോലെ വേറെ ദാസനില്ല. ഹനുമാൻ ആണ് ഏറ്റവും നല്ല ഉദാഹരണം ദാസന്മാരിൽ വെച്ച്. ദാസ്യഭാവത്തിൽ സേവിക്കുന്നത്. അപ്പോൾ ആ ദാസന് ഒരു ഭയം, അല്ലെങ്കിൽ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനമുണ്ട് ഈ ദാസ്യത്തിന്. ഹനുമാൻജിക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനോടുള്ള ആ ഒരു ദാസ്യം വ്യത്യാസമുണ്ട്. ആ ദാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനത്തോട് കൂടിയിട്ടുള്ള ഒരു ഹരേ കൃഷ്ണ ബഹുമാനത്തോട് കൂടിയിട്ടുള്ള ഒരു ഭാവമുണ്ട് അതിൽ. അപ്പോൾ ഭഗവാൻ എന്നുള്ളൊരു ഭാവമുണ്ട്. ഭഗവാനാണ് ഇദ്ദേഹം. ഹനുമാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇദ്ദേഹം പരമദിവ്യത്വം പുരുഷൻ ഭഗവാനാണ്, അദ്ദേഹത്തിൻ്റെ ദാസൻ എന്നുള്ളത്. എന്നാൽ ഇതേ ദാസ്യഭാവം ഗോലോക വൃന്ദാവനത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അവിടെയും ദാസ്യത്വമുണ്ട്. ഉദാഹരണത്തിന് രാധാറാണികളുടെ ദാസിമാരുണ്ട്, കൃഷ്ണൻ്റെ സേവകന്മാരുണ്ട്. അവിടെ കുറച്ച് ഭാവം വ്യത്യാസമുണ്ട്. അവിടെ ഭഗവാൻ എന്നുള്ള രീതിയിൽ കണ്ടിട്ടല്ല ഒരു ദാസ്യഭാവമുള്ളത്. കൂടുതലും അതിലൊരു മാധുര്യം കലർന്നിട്ടുള്ള ദാസ്യമാണ്. മാധുര്യം കലർന്ന ദാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അദ്ദേഹത്തെ ഭഗവാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ കൃഷ്ണ പരമദിവ്യത്വം കൃഷ്ണ അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഒന്നും വൃന്ദാവനത്തിലെ ഭഗവാന്റെ ശുദ്ധഭക്തർക്കില്ല. അവർ ഭഗവാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി, അങ്ങനെയാണ് അവർ കാണുന്നത്. ഭഗവാൻ ആണ്, അതുകൊണ്ട് ആ ഒരു പേടിയും ആ ഒരു ഭയത്തോടു കൂടിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ബഹുമാനമൊക്കെ അതൊക്കെ അവിടെ കുറവാണ്. എല്ലാവരും അത്രയും ഫ്രണ്ട്ലിയാണ്. അതാണ് ഒരു വ്യത്യാസം. പക്ഷെ അവിടെയും ദാസ്യത്വമുണ്ട്, കുറച്ച് ഭാവത്തിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. നമ്മളെല്ലാം ഇപ്പോൾ എത്ര എണ്ണം പറഞ്ഞു? ദാസ്യം. പിന്നെ വരുന്ന സഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പോലെ ഭഗവാനെ സേവിക്കുന്ന. ഉദാഹരണം അർജുനൻ. പിന്നെ അതേപോലെ വേറെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കൃഷ്ണന്. മധുമംഗൾ, സ്തോത്രകൃഷ്ണ, ഒരുപാട് കൃഷ്ണൻ അവിടെ വൃന്ദാവനത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ല ഈ പറയുന്ന സഖ്യഭാവത്തിൽ കൃഷ്ണനെ സേവിക്കുന്നു. പിന്നെ വരുന്നു ആത്മനിവേദനം. ആത്മനിവേദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ എല്ലാം ഭഗവാന് സമർപ്പിക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണോ ബലി മഹാരാജാവ് അദ്ദേഹം എല്ലാം സമർപ്പിച്ചത്. ബലി മഹാരാജാവാണ് ആത്മനിവേദനത്തിന് നല്ലൊരു ഉദാഹരണം. കാരണം അദ്ദേഹം ഒന്നും നോക്കിയില്ല അല്ലേ? ഭഗവാൻ വന്നപ്പോൾ, വാമനദേവൻ വന്ന സമയത്ത് ഒന്നും തന്നെ നോക്കാതെ അദ്ദേഹത്തിന് ഉള്ളതെല്ലാം തന്നെ കൊടുത്തു. അവസാനം ഒന്നും ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരം കൊടുത്തു ഭഗവാന് അല്ലേ? അതാണ് പൂർണ്ണമായിട്ടും ഭഗവാന് ശരണാഗതി പ്രാപിച്ച് എല്ലാം ഭഗവാന് സമർപ്പിക്കുന്ന ആ ഒരു ഭാവത്തെയാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതെല്ലാം നവവിധ ഭക്തിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് ചെയ്യണം, പ്രതികൂലമായിട്ട് ആവരുത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് സ്മരണം എന്ന് പറയുന്നത് ഈ നവവിധ ഭക്തിയിൽ വരുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഭഗവാനെക്കുറിച്ച് സ്മരിക്കുന്നത്, ഭഗവാന്റെ ലീലകൾ ചിന്തിക്കുന്നത്, ലീലകളെക്കുറിച്ച് ഓർക്കുന്നത്, കേട്ട ലീലകളൊക്കെ നമ്മൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ട ക്ലാസ്സുകളിൽ കേട്ട കാര്യങ്ങൾ ഓർക്കുക, ഇതൊക്കെ സ്മരണയാണ്. വളരെ നല്ല കാര്യമാണ്, വളരെ അത്യാവശ്യമാണ് ഈ സ്മരണ എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ അവസാന സമയത്ത് മരിക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്മരണയാണ് വേണ്ടത്, സ്മരണമാണ് വേണ്ടത്. ഭഗവാൻ അതാണ് പറയുന്നതും ഭഗവത്ഗീതയിൽ, അന്തകാലേച്ച മാം എവ സ്മരൺ മുക്ത്വ കലേവരം എന്നാണ് പറയുന്നത്. അതായത് അന്തകാലം, മരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ശരീരം വിട്ട് പോകാനുള്ള സമയത്ത്, ആ സമയത്ത് സ്മരൺ മുക്ത്വ കലേവരം, എന്നെ ഓർക്കുന്നവർ, എന്നെ ഓർക്കുവാണെങ്കിൽ അവർക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്മരണം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ സ്മരണം നന്നാവണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ 2 കാര്യങ്ങൾ ശരിയാവണം. ശ്രവണവും കീർത്തനവും ശരിയായാലേ സ്മരണം ശരിയാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്മരണം, നമ്മൾ ചിന്തിക്കാൻ നോക്കുന്നത് എല്ലാം ഇമാജിനേഷൻ ആയിരിക്കും. കാര്യം നമ്മൾ ഭഗവാനെ നേരിട്ട് കണ്ടിട്ടില്ല, നമുക്ക് അറിയില്ല, എന്തൊക്കെയോ കേട്ടത് മാത്രമാണ്, കേൾക്കുന്നത് മാത്രമാണ്. കേൾക്കുന്നത് സത്യമാണ്, നമ്മുടെ ആചാര്യന്മാരും അവരുടെ ഭാവന അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ളത് അവർ എഴുതിയിട്ടുള്ളതാണ്, അപ്പോൾ അത് തെറ്റല്ല. പക്ഷേ നമ്മളത് നമ്മുടെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നു. അപ്പോൾ ഒരുപാട് ഇമാജിനേഷൻ കയറി വരും അതിൽ. അപ്പോൾ ഇമാജിനേഷൻ വരുന്നത്, സങ്കല്പങ്ങൾ വരുന്നത് ശരിയല്ല, അത് അപരാധമാണ് ശരിക്കും. അതുകൊണ്ട് സ്മരണം ശരിയായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ പലപ്പോഴും ചില വരിഷ്ഠരായിട്ടുള്ള ഭക്തരൊക്കെ അതുകൊണ്ട് പറയും, സ്മരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈവൻ നാമം ജപിക്കുമ്പോഴും. പക്ഷേ ആ സ്മരണം നമുക്ക് ആ ഒരു മെച്യൂരിറ്റി ഇല്ലെങ്കിൽ ഒരുപാട് ഇമാജിനേഷൻസ് വരും. ആ ഇമാജിനേഷൻസൊക്കെ ഈ പറയുന്നത് നമ്മുടെ സാങ്കല്പികമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും, ഭഗവാൻ ആ ലീല ചെയ്യുന്നു, ഈ ലീല ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, അപരാധത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശ്രവണവും കീർത്തനവും വളരെ ആത്മാർത്ഥപരമായിട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള സ്മരണ, ഭഗവാനെക്കുറിച്ച് ഓർക്കുവാനും അല്ലെങ്കിൽ ആ ലീലകളൊക്കെ നമ്മുടെ ഉള്ളിൽ ശരിയായിട്ട് വരുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ, അതിലൊരു കലർപ്പില്ലാതെ, അതിലൊരു എന്താ പറയുക, സങ്കല്പങ്ങളൊന്നുമില്ലാതെ, ഇമാജിനേഷനൊന്നുമില്ലാതെ ശുദ്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള ആ ലീല നമ്മുടെ ഉള്ളിൽ പ്രകടമാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ വെളിപ്പെടുത്തി തരുവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ശ്രവണവും കീർത്തനവും നമ്മൾ സ്ട്രോങ് ആക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, സ്മരണം എന്ന് പറയുന്നതും ഒരു സേവനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അനുകൂലമായിട്ടുള്ള സേവനം എന്താണോ, പ്രതികൂലമായിട്ടുള്ള സേവനം എന്താണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. ആനുകൂല്യേന കൃഷ്ണ അനുശീലനം, അനുകൂലമായിട്ടുള്ള സേവനമാണ് ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ. അതാണ് രൂപഗോസ്വാമി പറയുന്നത്. അപ്പോൾ അനുകൂലമായിട്ടുള്ള സേവനം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം നമ്മൾ സ്മരണത്തെ എടുക്കുകയാണെങ്കിൽ, കംസ മഹാരാജാവും ഭഗവാൻ കൃഷ്ണനെ ഓർത്തിരുന്നു. 24 മണിക്കൂറും കംസൻ കൃഷ്ണനെ ഓർത്തിരുന്നു. പക്ഷെ അനുകൂലമായിട്ടാണോ ഓർത്തിരുന്നത്? അല്ല, പ്രതികൂലമായിട്ടാണ് ഓർത്തിരുന്നത് അല്ലേ. അദ്ദേഹം പേടിച്ചിട്ടായിരുന്നു. എപ്പോഴാണ് കൃഷ്ണൻ വരിക, എപ്പോഴാണ് കൃഷ്ണൻ വന്ന് എന്നെ കൊല്ലുക എന്നുള്ള പേടിയായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ സ്മരണയുണ്ട്, സ്മരണം നടക്കുന്നുണ്ട്, പക്ഷേ അനുകൂലമല്ല എന്ന് മാത്രം. അതേപോലെ തന്നെ അപ്പോൾ അതിനെ ഉത്തമ ഭക്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല. അതാണ് ഉത്തമ ഭക്തിയുടെ ഡെഫിനേഷൻ. എന്താണ്? അനുകൂലമായിട്ടുള്ളതായിരിക്കണം. അതേപോലെ ശിശുപാലനെ കുറിച്ച് നോക്കുവാണെങ്കിൽ, ശിശുപാലനും സദാസമയം കൃഷ്ണനെ കുറിച്ച് ഓർക്കുമായിരുന്നു. കാര്യം കൃഷ്ണനോട് അത്രമാത്രം അസൂയയായിരുന്നു ശിശുപാലൻ. അതുകൊണ്ട് ശിശുപാലൻ എപ്പോഴും ഓർക്കുന്നു. പക്ഷെ അനുകൂലമായിട്ടാണോ ഓർക്കുന്നതല്ല, പ്രതികൂലമായിട്ട്. അപ്പോൾ അതും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല ഉത്തമ ഭക്തിയായിട്ട്. പക്ഷേ ഇങ്ങനെ ചിന്തിച്ച ശിശുപാലനും അതേപോലെ തന്നെ ഈ പറയുന്ന കംസനും മുക്തി കൊടുത്തു ഭഗവാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രമാത്രം ശക്തിയാണ്. അതായത് അനുകൂലമല്ലാതെ പ്രതികൂലമായിട്ട് ചിന്തിച്ചാൽ പോലും അവർക്ക് പോലും സായുജ്യ മുക്തി കൊടുക്കുന്നു ഭഗവാൻ. സായുജ്യ മുക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീരത്തിലേക്ക് ലയിക്കുക എന്നുള്ളത്.
പക്ഷെ ഭക്തരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭഗവാന്റെ ശരീരത്തിൽ ലയിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭഗവാനെ നേരിട്ട് സേവനം ചെയ്യുക എന്നുള്ളത്. ആ വ്യക്തിരൂപത്തിലുള്ള ഭഗവാനെ നേരിട്ട് നമ്മൾ സേവനം ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച അവരുടെ അഭിലാഷം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ഒരു മുക്തി നമ്മളെ സംബന്ധിച്ച്. അല്ലാതെ ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമല്ല. കാര്യം അസുരന്മാർ പോലും ലയിക്കുന്നുണ്ട് ഭഗവാന്റെ ശരീരത്തിലേക്ക്. കാര്യം ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുന്ന എല്ലാ അസുരനും മോക്ഷം കിട്ടുന്നുണ്ട്. ആ മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ സായുജ്യ മുക്തിയാണ് കിട്ടുന്നത്. സായുജ്യ മുക്തിയല്ല നമ്മുടെ ലക്ഷ്യം എന്ന് മാത്രം. നമ്മുടെ ലക്ഷ്യം അതിനപ്പുറത്ത് വ്യക്തിപരമായിട്ടുള്ള സേവനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലയിച്ച് അവിടെ ഇരിക്കുക എന്നുള്ളതല്ല. അവിടെ സേവനം വരുന്നില്ല. ലയിക്കുക എന്ന് പറയുന്നതിൽ സേവനമൊന്നും വരുന്നില്ല. അവിടെ ഡോർമൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക ഭഗവാന്റെ ശരീരത്തിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെന്താണ് അതിന് പ്രത്യേകിച്ച് ആനന്ദമൊന്നുമില്ല. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, അതിനും ഒരു ആനന്ദം ഉണ്ടാവും ഭൗതികമായിട്ടുള്ള ആനന്ദങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പേഴ്സണൽ സർവീസിൻ്റെ ആനന്ദം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് പ്രതികൂലമായിട്ടുള്ള സ്മരണ. അപ്പോൾ അതിനെ നമുക്ക് ഉത്തമ ഭക്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല, അതാണ് പറയുന്നത്. എന്നാൽ അതേ സമയത്ത് യശോദ മഹാറാണി ഭഗവാൻ കൃഷ്ണനെ ശകാരിക്കുന്നു, അതേപോലെ ഭഗവാനെ കുറിച്ച് ഓർക്കുന്നു. ഉദാഹരണത്തിന് ഏത് സമയത്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദാമോദര ലീല നടക്കുന്ന സമയത്ത് കൃഷ്ണൻ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ ഇരുന്ന് യശോദാമ്മ കൃഷ്ണൻ ചെയ്തിട്ടുള്ള കുറുമ്പുകളും ചെറിയ ചെറിയ ലീലകളൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ട് അങ്ങനെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലി തൈര് കടയുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവും. ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ കൃഷ്ണൻ അവിടെ വരുന്നു, കുഞ്ഞിക്കണ്ണൻ അവിടെ വരുന്നു. അതിനുശേഷം അമ്മയുടെ പാല് കുടിക്കാൻ വേണ്ടി മടിയിൽ കയറിയിരിക്കുന്നു. ആ സമയത്ത് അടുപ്പത്തുള്ള പാല് മാറ്റിവെക്കാൻ, പാല് തിളയ്ക്കുന്ന സമയത്ത് അമ്മ കൃഷ്ണനെ മാറ്റിവെച്ച് അങ്ങോട്ട് ഓടുന്നു അല്ലേ. അപ്പോൾ കൃഷ്ണൻ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ഇഷ്ടം എന്തായിരുന്നു? പാല് കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അമ്മ അത് നിർത്തി, ചെയ്യാതിരുന്നു. അതൊരു പ്രതികൂലമായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും അല്ലേ. കൃഷ്ണനെ എതിരായിട്ട് ചെയ്തു, കൃഷ്ണൻ്റെ ആഗ്രഹത്തിന് എതിരായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് പ്രതികൂലമാണോ? പ്രതികൂലമല്ല. കാര്യം അത് സ്നേഹമാണ്. സ്നേഹം കൊണ്ടുള്ള ബന്ധമാണ് അവിടെ യശോദാമ്മയ്ക്കുള്ളത്. അതേപോലെ തന്നെ ദാമോദരനെ ഒരലിൽ കെട്ടുന്നത്, ഭഗവാനെ പിടിച്ച് കെട്ടുക എന്ന് പറയുന്നത് പ്രതികൂലമാണോ അനുകൂലമാണോ? ശരിക്കും പറയുകയാണെങ്കിൽ അസുരന്മാർ ഭഗവാനെ നിഗ്രഹിക്കാൻ, ഭഗവാനെ കൊല്ലാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നവർ, അവരൊക്കെ ഭഗവാനെ കൊല്ലാൻ വേണ്ടി, ഭഗവാനെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ തൊടാൻ പോലും സാധിക്കുന്നില്ല. പക്ഷേ യശോദാമ്മ തൊടുക മാത്രമല്ല, ആ പരമദൈവത്വം പുരുഷനായിട്ടുള്ള കൃഷ്ണനെ കെട്ടിയിടുന്നു ഒരലിൽ. അപ്പോൾ അമ്മയുടെ വടി കണ്ട് പേടിച്ച് കരയുന്നു ഭഗവാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? കാര്യം സ്നേഹബന്ധമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് അനുകൂലമായിട്ടുള്ള സ്നേഹമാണ്. പുറമേ നോക്കുമ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റി ചിലപ്പോൾ ഒരു പക്ഷേ കൃഷ്ണനെ കെട്ടിയിടുന്നു, അത് പാല് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് തോന്നും പ്രതികൂലമാണെന്ന്. പക്ഷേ അത് പ്രതികൂലം ആണെന്ന് തോന്നുകയാണെങ്കിലും അതിന് ഉള്ളിലുള്ള ഭാവം വ്യത്യാസമുണ്ട്. ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, ആ ഒരു ഭാവമല്ല കംസനും അതേപോലെ തന്നെ ശിശുപാലനും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് അനുകൂലമായിട്ടുള്ള സ്നേഹം. അനുകൂലിയന കൃഷ്ണാനുശീലനം എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള സേവനങ്ങൾ. അപ്പോൾ ഇവിടെ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നു, ശീലപ്രഭുപാദി പറയുന്നു, അങ്ങനെ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എല്ലാവിധ ഭൗതിക ലോകത്തിലെ എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും. എന്നിട്ട് എടുത്തു പറയുന്നു ഈ ശ്ലോകത്തിൽ, ജന്മമരണ ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. എന്നിട്ട് തിരിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്, തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുമെന്നുള്ളത്. അത്രമാത്രം ശക്തിയുണ്ട് ഭഗവത് സേവനങ്ങൾക്ക്, ഭക്തിയുത സേവനങ്ങൾക്ക്. കാര്യം നമ്മളെ ഈ ലോകത്ത് പിടിച്ചു കെട്ടിയിരിക്കുന്ന ഒരു കാര്യം ഈ ജന്മ മരണ ജരാവ്യാധി എന്ന് പറയുന്ന ക്ലേശങ്ങൾ അല്ലേ. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ശ്ലോകമാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 4 പ്രശ്നങ്ങൾ, 4 മിസറീസ് നമ്മൾ ചർച്ച ചെയ്തു. ജന്മം,
മൃത്യു, ജരാവ്യാധി, 4 കാര്യങ്ങൾ അല്ലേ. അതേപോലെ തന്നെ ആദിഭൗതിക ക്ലേശം, ആധ്യാത്മിക ക്ലേശം, ആദിദൈവിക ക്ലേശം അല്ല, അങ്ങനെ 7 ക്ലേശങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഈ ഭൗതിക ലോകത്തിലുള്ള ക്ലേശങ്ങളാണ്, നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നാൽ ഭഗവത് ധാമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ഒരു ക്ലേശവും അവിടെയില്ല, അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സമാശ്രിത യേ പല്ലവപ്ലവം മഹത്പദം പുണ്യേശോ മുരാരേ ഭാവാംബുധിർ വത്സപദം പരംപദം പദം പദം യത് വിപദം നതേശം. വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പക്ഷേ വീണ്ടും എടുത്തു പറയുന്നു. നമുക്ക് ഈ ഭൗതിക ലോകമാകുന്ന മഹാസാഗരത്തെ നമുക്ക് നീന്തി കടക്കാൻ ഒരിക്കലും സാധിക്കില്ല. സാഗരമാണ്. സാധാരണ ഒരു ഓഷ്യൻ എടുത്താൽ, ഒരു സീ എടുത്താൽ തന്നെ അറബിക്കടൽ വരെ നീന്തി കടക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. മഹാസാഗരമാണ് ഭൗതിക ലോകത്തിൻ്റെ മഹാസാഗരം. ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മളിവിടെ പെട്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് രക്ഷ നേടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മൾ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടില്ല. എന്നാൽ ആരെല്ലാമാണോ ആ മുകുന്ദൻ്റെ ശരണം പ്രാപിക്കുന്നത്, ഭഗവാൻ കൃഷ്ണൻ്റെ ആ പാദങ്ങളിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഈ മഹാസാഗരം, ഭൗതിക ലോകമാകുന്ന മഹാസാഗരം ഒരു വത്സപദത്തിലുള്ള വെള്ളം പോലെ ചെറുതായി മാറുന്നു. വത്സപദത്തിലുള്ള വെള്ളം ഉദ്ദേശിക്കുന്നത് ഒരു പശുക്കുട്ടി ചെളിയിൽ നടന്നു പോകുമ്പോൾ അവിടെ കുഴിയാവും. ആ കുഴിയിൽ എത്രമാത്രം വെള്ളം ശേഖരിക്കാൻ സാധിക്കും? ചെറുതായിട്ട് ഇത്രയേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത് ക്രോസ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയും എളുപ്പമായി മാറുന്നു ഈ ഭവസാഗരം കടന്ന് ഭഗവത് ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ കണ്ടീഷൻ എന്താണ്? മുകുന്ദൻ, ഭഗവാൻ കൃഷ്ണൻ മുകുന്ദൻ്റെ ചരണങ്ങളിൽ ആശ്രയം നേടണം, എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ ആശ്രയം, ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാന്റെ ആ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ ഇവിടെ ശിലപ്രഭുപാദജി ഇവിടെ പറയുന്നുണ്ട്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഭഗവാന്റെ നിത്യദാസനാണ്, നിത്യസേവകനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ആ ഭാവത്തോടു കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭവസാഗരം കടന്നു പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിലേക്കുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്ക് ഈ ഭവസാഗരത്തിൽ, ഈ ഭൗതിക ലോകത്തിലെ ഭവസാഗരത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാലങ്ങളായി നമ്മൾ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ തന്നെ പ്രശ്നങ്ങൾ മാത്രമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ലൈഫിൽ അല്ലേ? സാമ്പത്തിക പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ജോലിയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ പ്രോബ്ലംസ്, ഇതൊക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ പ്രശ്നങ്ങളാണ് ഇതെല്ലാം അല്ലേ. നമുക്ക് ടെൻഷൻ ആക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ചില കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് ടെൻഷൻ എന്താ വെച്ചാൽ, വലിയ കുട്ടികളായിക്കഴിഞ്ഞാൽ അവർ വഴിതെറ്റി പോകുന്നു. കുട്ടികൾ ശരിയായിട്ടുള്ള മാർഗത്തിലല്ലാതെ ദുശീലങ്ങളൊക്കെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മോശമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽപ്പെട്ട് ഒരുപാട് പൊട്ടശീലങ്ങളൊക്കെ പഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അച്ഛനും അമ്മയ്ക്കും ആദി കൊടുക്കുന്ന കാര്യങ്ങളാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരുപാട് എപ്പോഴും ടെൻഷനാണ്. അപ്പോൾ ഈ ഭൗതിക ലോകം ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരിക്കലും നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ മനസ്സമാധാനം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും എത്താൻ പോകുന്നില്ല. ഇതാണ് സത്യം. ഇവിടെ എന്തൊക്കെ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാലും നമ്മളൊരു പക്ഷെ വിചാരിക്കും, ഉദാഹരണത്തിന് നമുക്ക് ധനം, പൈസയുടെ കുറവാണെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പൈസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഇനി അസുഖമാണ് പ്രശ്നം, അതായത് അസുഖമാണ് ഒരു വലിയൊരു പ്രശ്നം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ അസുഖം മാറുവാണെങ്കിൽ എല്ലാം ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ശരിയാവുകയാണെങ്കിൽ ഇത് ശരിയായി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കും, സന്തോഷം ഉണ്ടാവും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ആവുന്നില്ല. ഒരുപക്ഷെ ആ പ്രശ്നം തീരുമാനിക്കും, അടുത്ത പ്രശ്നം വീണ്ടും നമ്മളെ കാത്തിരിക്കുന്നു. അതാണ് ഇവിടെ ഈ ലോകം അങ്ങനെയാണ്. ഓരോ പദം വിപത്തമാണ്.
പദം പദം എന്ന് പറഞ്ഞാൽ ഓരോ കാൽ വെപ്പിലും നമുക്ക് അപകടങ്ങളാണുള്ളത്, ഡേഞ്ചറാണുള്ളത്. അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മളിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ലൈഫിൽ. ജോലിക്ക് പോയി ശമ്പളം കിട്ടുന്നു, പൈസ വരുന്നു, അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പം നമ്മളിതിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം നാളെ ഇതെല്ലാം നഷ്ടപ്പെടാം. ഒരു പക്ഷേ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ടു സീറോ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പം നമ്മൾ ഇതെല്ലാം താൽക്കാലികമാണ് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും താൽക്കാലികമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല. ഇവിടുത്തെ സിറ്റുവേഷനെ നമ്മൾ നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമേ ആയിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ അർത്ഥം ജോലി വേണ്ട അതൊന്നുമല്ല പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പറ്റുന്ന രീതിയിൽ കിട്ടുന്ന ഭഗവാൻ എന്താണോ നമുക്ക് തരുന്നത് അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ഭാഗത്തു നിന്ന് ട്രൈ ചെയ്യേണ്ടതും ശ്രമിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. അതിന് മടി പിടിച്ചിരിക്കാൻ പാടില്ല. നമ്മൾ ട്രൈ ചെയ്യേണ്ടതും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടുകളൊക്കെ നമ്മൾ എടുക്കണം. എന്നിട്ട് നമുക്ക് കിട്ടുന്നത്, അതായത് ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. മിനിമം ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തു പോകണം. ഓവർ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട്, നമ്മൾ പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെ ചില IT കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ 14 മണിക്കൂർ 16 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒരു ജീവിതമില്ല. കാലത്ത് ഓഫീസിൽ പോകുന്നു, 2 മണിക്കൂർ ബസ്സിൽ അങ്ങോട്ട്, 2 മണിക്കൂർ ഇങ്ങോട്ട്, അങ്ങനെ 4 മണിക്കൂർ പോയി, പിന്നെ ഒരു 13 മണിക്കൂർ ഓഫീസിലിരിക്കുന്നു. വീട്ടിൽ വന്ന് ഒരു 4-5 മണിക്കൂറേ ഉള്ളൂ ആകെ. അവിടെ കിടന്നുറങ്ങാനുള്ള സമയമുള്ളൂ. വരുമ്പോഴേക്കും നമ്മുടെ ബാറ്ററി ഡൗൺ ആവും. എത്ര കാലം ഓടും ഈ വണ്ടി? അധികം കാലമൊന്നും ഓടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പ്രയാസം, ഇതിനെ പറയുന്ന പ്രയാസം, അതായത് ആവശ്യത്തിനേക്കാൾ കൂടുതൽ, ചിലപ്പോൾ ഒരു പക്ഷേ അതിനേക്കാൾ സമാധാനപരമായിട്ടുള്ള ജോലി നമുക്കൊരു പക്ഷേ കിട്ടുമായിരിക്കാം. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുതലാണ്. ഒരുപാട് പൈസ ഉണ്ടാക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വരുമ്പോഴാണ് നമ്മൾ ഈ പ്രയാസം ചെയ്യുന്നത്. പ്രയാസം എന്ന് സംസ്കൃതത്തിൽ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓവർ എൻഡവർ ചെയ്യുന്നതിനാണ് പ്രയാസം എന്ന് പറയുന്നത്. ആവശ്യത്തിനേക്കാൾ കൂടുതൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുക. ഇപ്പോൾ ചില ആളുകൾ 2 ജോലിയൊക്കെ ചെയ്യുന്നവരുണ്ട്. പൈസ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും, അതാണ് ഉദ്ദേശം അവരുടെ. അപ്പോൾ അങ്ങനെ പ്രയാസത്തിൻ്റെ ആവശ്യമില്ല, പ്രയത്നത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് എന്ത് റിസൾട്ട് കിട്ടുന്നോ അത് ഭഗവാൻ നമുക്ക് തരുന്നതാണെന്ന് വിചാരിച്ച് അതിൽ സംതൃപ്തരാവാൻ നോക്കുക. നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക. പിന്നെ അതിനുശേഷം എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് ട്രൈ ചെയ്യുക. പക്ഷേ കിട്ടിയാലായി, ഇല്ലെങ്കിലില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ട്രൈ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും. അവിടെ മടിവ് കാണിക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. എന്നിട്ട് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും ഒക്കെ ഭഗവത് സേവനങ്ങളിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് പറയുന്നത്. ഈ പ്രയാസം, ഈ ഓവർ എൻഡവർ ചെയ്തിട്ട് നമ്മുടെ ശരീരം നമ്മൾ നശിപ്പിക്കുന്നു, ആരോഗ്യം നശിപ്പിക്കുന്നു, നമ്മുടെ പൈസയെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാതെ നമ്മൾ കുറേ ആളുകൾ ആർഭാടങ്ങൾ കാണിച്ച് കുറേ പൈസ ചിലവാക്കുന്നുണ്ട്. ഒരുപാട് ആർഭാടത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ആവശ്യത്തിനുള്ളത് ഉപയോഗിക്കുക. അപ്പോൾ ചുരുക്കം ആവശ്യങ്ങൾ വേണം, പക്ഷേ ആർഭാടത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാം എന്തൊക്കെയാണോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഉള്ളത് അതെല്ലാം വേണ്ട രീതിയിൽ, മിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഭഗവത് സേവനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരാൻ നോക്കുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയാലേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന്, ഈ മഹാസാഗരത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. വേറെ മാർഗവുമില്ല. ഭക്തിയുത സേവനങ്ങളല്ലാതെ ഒന്നും തന്നെ നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. ഇത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. എല്ലാ ആഴ്ചയും സർവ്വപാലക പ്രഭു ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതേ ഉള്ളൂ പറയാൻ. ഇത് തന്നെയാണ് ശ്രീല പ്രഭുജി പറയുന്നത്.
ഇതാണ്, ഇതേ വഴിയുള്ളൂ നമുക്ക്. കാര്യം നമ്മൾ ഈ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതും ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതും ഭഗവത്ഗീത കേൾക്കുന്നതും ഈ ലോകത്തിലെ സിറ്റുവേഷൻസ് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ അടിച്ച് പൊളിച്ച് നടക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത്. ഭഗവത്ഗീത പഠിക്കുന്നത് വായിക്കുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം, എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഇവിടെ പറയുന്നുണ്ട്, ആ വൈകുണ്ഠ ലോകം, ഈ മഹാസാഗരം, ഭൗതിക മഹാസാഗരം കടന്ന് നമ്മൾ വൈകുണ്ഠ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ സ്ഥലത്തേക്ക്, ലോകത്തിലേക്ക് പോകുമ്പോൾ, കൃഷ്ണലോകത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മളീ പറയുന്ന ക്ലേശങ്ങളില്ല, പ്രോബ്ലംസ് ഇല്ല, ഒന്നും തന്നെ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. അസുഖങ്ങളായിട്ടോ സാമ്പത്തിക പ്രശ്നങ്ങളായിട്ടോ ഒന്നും തന്നെ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. അതാണ് ആ ലോകം. ആ ലോകമാണ് നമ്മുടെ ശരിയായിട്ടുള്ള വീട്. ഇവിടെ നമ്മൾ താൽക്കാലികമായിട്ട് വാടകക്കാരായിട്ട് ഇരിക്കുവാണ്. വാടക വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട ഇതെൻ്റെ സ്വന്തം വീടാണെന്നുള്ളത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നു ഇതെൻ്റെ സ്വന്തം വീടാണ്. അതേ സ്വന്തം വീടെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന വീട്. ഓഫ് കോഴ്സ് ഒന്നാമത് നമ്മളെല്ലാവരും എക്സ്പാക്ട്സ് ആണ്. ഇപ്പോൾ പലവരും ഗൾഫിലുള്ളവരെല്ലാം എക്സ്പാറ്റുകളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടി വരും. ഇനി നാട്ടിൽ പോയി കാലം എൻ്റെ രാജ്യം, എൻ്റെ വീട്, എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതും എൻ്റെ ഒന്നുമല്ല, നമ്മുടെ ആരുടെയല്ല. നമ്മൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ കേരളത്തിൽ ജനിച്ചു, അത്ര തന്നെ. ഇനി കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടെയായിരുന്നു എന്ന് നമുക്കറിയില്ല, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഈ പ്ലാനറ്റിലേ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിലേ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ ബ്രഹ്മാണ്ടത്തിലായിരുന്നുണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഈ ഒരു മെറ്റീരിയൽ വേൾഡിൽ, ഭൗതിക ലോകത്തിലെ സിറ്റുവേഷൻസ് നന്നാക്കുക എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റിയിൽ ആവശ്യമില്ല. പക്ഷേ ജീവിക്കാനുള്ളത് നമ്മൾ റെസ്പോൺസിബിളായിട്ട് ചെയ്യണം. കാര്യം എന്താണ് അങ്ങനെ പറയുന്നത്? കാര്യം നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനിലിരിക്കുന്നത്, ഈ ഒരു സിറ്റുവേഷനിലിരിക്കുന്നത്, ഇതെല്ലാം ഭഗവത് നിശ്ചയത്തോട് കൂടിയിട്ട് ഭഗവാൻ തന്നെ നിയോഗിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ ഒരു കുടുംബത്തിൽ, ഒരു ഫാമിലിയിൽ നമ്മളെ പോസ്റ്റ് ചെയ്തു. നമ്മുടെ കർമ്മം അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. എന്താണെങ്കിലും നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷനുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട്, ഈ ഒരു സാഹചര്യം നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഭഗവാനെ കൂടുതൽ സേവനം ചെയ്യാൻ സാധിക്കും, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ജന്മമരണ ജരാവ്യാധി എന്ന് പറയുന്ന ചക്രത്തിൽ നമ്മൾ പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കുക, എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ സത്സംഗത്തിലിരിക്കുമ്പോൾ മാത്രം ഓർക്കുന്ന കാര്യമല്ല, നമ്മൾ എന്നും എപ്പോഴും ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക, കൂടുതൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതായത് എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമാണ്. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. കാര്യം ആ സമയത്താണ് നമ്മൾ കൂടുതൽ നാമം ജപിക്കുന്നത്, കൂടുതൽ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നു. കാര്യം നമുക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാവുമ്പോൾ, വേറെ ആരും സഹായിക്കാനില്ല എന്ന് മനസ്സിലാവുമ്പോൾ, അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒരു ഭഗവാൻ തന്നെ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് തരുന്ന സാഹചര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ സമാധാനപരമായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഇതൊക്കെ തിയറി ആയിട്ട് പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഫോളോ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ അവസ്ഥ, എൻ്റെ അവസ്ഥ എനിക്കറിയാം, പറയാൻ മാത്രം അറിയുള്ളൂ. പക്ഷേ പ്രാക്ടിക്കലി ഇതൊക്കെ എളുപ്പമല്ല. പക്ഷേ ഇതാണ് നമ്മുടെ ഗുരുജനങ്ങളും ആചാര്യന്മാരും പറഞ്ഞു തരുന്നത്, ശ്രീല പ്രഭുപാദജിയും പറഞ്ഞു തരുന്നത്. ഭഗവത്ഗീതയിലെയും സന്ദേശങ്ങൾ ഇത് തന്നെയാണ്, ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ടോളറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട്, ആത്മാർത്ഥപരമായിട്ട് ഭഗവത് സേവനങ്ങളും കൂടെ ചെയ്യുക. എന്നിട്ട് നമ്മൾ പോവുക. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വരാനുള്ള പ്രശ്നങ്ങൾ വരും, പോവും. എന്നും പ്രശ്നമായിരിക്കില്ല.
പ്രോബ്ലംസ് വരുന്നു പോകുന്നു, കാലാവസ്ഥ മാറുന്ന പോലെയാണ്. സുഖവും അതേപോലെ തന്നെ, ഇന്നുണ്ട് നാളെ ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നുണ്ടാവും, ചിലപ്പോൾ അത് കുറച്ച് കാലം നിൽക്കും, അത് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇതെല്ലാം മാറി തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ശാശ്വതമായിട്ട് നമുക്ക് എപ്പോഴും ഉള്ളത് ഭഗവാനുമായിട്ടുള്ള കണക്ഷനാണ്. ആ റിലേഷൻ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതിയാണ്, അല്ലെങ്കിൽ ചെയ്യുന്ന വഴിയാണ് നമ്മൾ നാമജപത്തിലൂടെയും ഭഗവത്ഗീത ശ്രവണത്തിലൂടെയും സത്സംഗത്തിലൂടെയും നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. ഇതില്ലെങ്കിൽ നമ്മളില്ല, പഴയ പോലെയാവുന്നു. വീണ്ടും ഈ ലോകത്തിൽ ജനിക്കേണ്ടി വരും, വീണ്ടും ഈ പ്രശ്നങ്ങളിലൂടെ എല്ലാം പോവേണ്ടി വരും. ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ ഈ ഒരു ജീവിതം, ഈ ഒരു ജന്മം ഈ വത്സപദത്തിലെ വെള്ളം പോലെ ആക്കണം. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. മഹാസാഗരമായിട്ടുള്ള ഭൗതിക ലോകമാണ്. പക്ഷേ വത്സപദം പോലുള്ള ചെറിയൊരു ആ കാൽക്കൊമ്പിളിൽ വരുന്ന വെള്ളമായിട്ട് മാറും ഓട്ടോമാറ്റിക്കലി. എങ്ങനെയാണെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നാമജപത്തിലൂടെയും കീർത്തനത്തിലൂടെയും അതേപോലെ സത്സംഗങ്ങളിലൂടെയും ഭാഗവത പഠനത്തിലൂടെയൊക്കെ നമുക്ക് അതെല്ലാം സാധിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഭഗവത് സേവനങ്ങൾ ചെയ്യുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ശ്രവണം. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവത്ഗീത ഭാഗവതം കേൾക്കുക, പഠിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതെങ്ങനെയാണ് വേണ്ടത്? സത്സംഗത്തിൽ ഇരുന്നു കൊണ്ട്, ഭക്തരുടെ കൂടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ നാമം എപ്പോഴും വരണം. നാമമാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്ന കാര്യം. നാമവും ശ്രവണവും, കീർത്തനവും ശ്രവണവും ഇതെപ്പോഴും നമുക്ക് വേണ്ടതാണ്. ഇത് രണ്ടും നന്നായി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്മരണം ശരിയാവുന്നു. അങ്ങനെ നമുക്ക് ഈ പറയുന്ന മഹാസാഗരം കടന്ന് നമുക്ക് പോകാൻ സാധിക്കും. ഇതൊക്കെ വെറുതെ തിയറി ആയിട്ട് പറയുന്നതല്ല. ഇപ്പോഴും നമുക്ക് തിയറി ആയിട്ട് തോന്നുമായിരിക്കാം, പക്ഷേ ഇതൊക്കെ പ്രൂവൺ ആയിട്ടുള്ള വഴിയാണ്. ഇതേ ഉള്ളൂ വഴി. ശാസ്ത്രങ്ങൾ പറയുന്നു, ഗുരുജനങ്ങൾ പറയുന്നതൊക്കെ ഒരേ ഒരു കാര്യം മാത്രമാണ്. ഭഗവാൻ നേരിട്ട് പറയുന്നതും ഇത് തന്നെയാണ്. ഈ മാർഗം പ്രൂവൺ ആണ്. അതുകൊണ്ട് സംശയമൊന്നും ആവശ്യമില്ല. രക്ഷപ്പെടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും രക്ഷപ്പെടും. നമ്മൾ ആ ഒരു മാർഗം സ്വീകരിച്ച് ആത്മവിശ്വാസത്തോടുകൂടി ഇത് സ്വീകരിച്ച് നമ്മൾ ആത്മാർത്ഥപരമായിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ മാത്രം മതി. നമ്മുടെ ഭാവം കാണുമ്പോൾ, നമ്മുടെ ആഗ്രഹം കാണുമ്പോൾ, അതായത് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം കാണുമ്പോൾ നമ്മളെ ഭഗവാൻ തന്നെ സഹായിക്കുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കഴിഞ്ഞ ശ്ലോകം തന്നെയാണ് നമ്മളൊന്നും കൂടെ ചർച്ച ചെയ്തത്. സമയം പക്ഷെ പോയി. ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു, അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ നടന്നില്ല, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അടുത്ത ശ്ലോകം. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീമദ് ഭഗവത്ഗീത की जय. जगद्गुरु श्रीला प्रभुपाद की जय. थैंक यू. हरे कृष्ण.